75,000 രൂപ. 75,000 രൂപ. വെറും 75,000 രൂപയ്ക്ക് വെറും 75,000. അതാണ് 11 വണ്ടി അല്ലേ? ഇത് നമുക്ക് വളരെ വില കുറച്ച് കൊടുക്കാം. 1,55,000 രൂപ കൊടുക്കാം. 1,55 അല്ലേ? 1,55 കൊടുക്കാം. അപ്പോൾ ഇത് 2011 മോഡൽ, ഒരു വർഷം പേപ്പർ. എത്ര കൊടുക്കും? ഇത് നമുക്ക് 84,000 രൂപ കൊടുക്കാം. 84,000 രൂപയ്ക്ക് ഒരു വർഷം പേപ്പർ ഒരു പ്ലസ് വെറും 4,000 രൂപ ഉള്ളൂ. ഇത് വെറും 80,000 രൂപ ഉള്ളൂ. 80,000 രൂപയ്ക്ക് 5 വർഷത്തെ പുത്തൻ പേപ്പർ കൊടുക്കും. വില നമുക്ക് 3 ലക്ഷം ചോദ്യം, 2,95 കൊടുക്കാം. 85,000 രൂപ കൊടുക്കും. വെറും 85,000. AC വണ്ടിയാണ്. അതാണ് 85. ഇത് നമുക്ക് 75,000 രൂപ, ഒരു 72,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. റൗണ്ടൊക്കെ 70 ആക്കി കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ വരട്ടെ. വില നമ്മൾ കൂടുതൽ 1,10,000 രൂപ ചോദിക്കും. 1,10,000 2011 വണ്ടി അല്ലേ? നമ്മളൊരു യൂസ്ഡ് കാറിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുവിധം എല്ലാവരും എപ്പോഴും പറയുന്നൊരു കേസാണ്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ. എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല ക്വാളിറ്റിയുള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ. അപ്പോൾ അങ്ങനത്തെ സംഗതികൾ കിട്ടൽ കുറവാണ് കേട്ടോ. ശരിക്കും നമ്മൾ നമ്മുടെ വയനാട് മോട്ടോഴ്സിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം വണ്ടികളൊക്കെ ഇറങ്ങി പോകാറുണ്ട്. അതായത് ലോ ബഡ്ജറ്റ് വണ്ടി, അത് കുറച്ച് പഴയ മോഡൽ വണ്ടികളിൽ സിംഗിൾ ഓണർ, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്തത്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള വണ്ടികൾ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ തന്നെ വരണം വയനാട്ടിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്രയും വണ്ടികൾ കിടപ്പുണ്ട്. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ തന്നെ 90% വണ്ടികൾക്ക് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റിയുള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട്, യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റികൾ മാത്രമേ എടുക്കാവുള്ളൂ. 10 രൂപ കൂടിയാലും നിങ്ങൾ ലാഭം നോക്കണ്ട, നല്ല വൃത്തിയുള്ള വണ്ടി എടുത്തോ. അതാകുമ്പോൾ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിൽ നമ്മുടെ കൈനാട്ടി ജംഗ്ഷൻ തന്നെയാണ്. കൈനാട്ടി എന്ന് പറയുന്നത് നമ്മുടെ മാനന്തവാടി സുൽത്താൻ ബത്തേരിക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ റോട്ടിൽ നോക്കി ചിലപ്പോൾ പെട്ടെന്ന് കണ്ടോണമെന്നില്ല. ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ടാണ് ഇവിടെ ഷോറൂം വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്പർ വെച്ചിട്ടുണ്ട്, വിളിച്ചാൽ കൃത്യം 10 മീറ്റർ ഉള്ള റോഡിലേക്ക് ഇങ്ങോട്ട് കയറി വരാം കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, വില കുറച്ചിട്ട് കിടിലം കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ വയനാട് മോട്ടോഴ്സിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല കിടിലം കുറേ വണ്ടികൾ നമ്മുടെ ചെയ്തിക്കണമെന്ന് വെച്ചിട്ട് ചെയ്തിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ കൊടുത്ത പോലെ തന്നെ ക്വാളിറ്റിയിൽ ഒരു കുറവില്ലല്ലോ? ഒരു കുറവില്ല. അതാണ് നമ്മുടെ മെയിൻ സംഭവം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. കുറച്ചെണ്ണം ഒരേപോലത്തെ കുറച്ചെണ്ണം ഉണ്ട്. ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കട്ടെ, മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യം, ഇപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികളാണല്ലോ കൂടുതലും. ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താ, ക്വാളിറ്റി എന്താ? ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വർക്കും പെൻഡിങ് ഇല്ല. കറക്റ്റ് അതായത് സമയത്ത് നമ്മൾ വർക്ക് എടുത്തിട്ട് വേറെ ക്വാളിറ്റി ആക്കിയിട്ട് കൊടുക്കും. പോലീസ് അടക്കം ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ഇല്ലല്ലോ, ഇതിന് റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടിക്ക്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഒരു വണ്ടിക്കും ഉള്ള വണ്ടി 1-2 ഉണ്ട്. അത് അതായത് കറക്റ്റ് സമയത്ത് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് പഴയ മോഡലൊക്കെ അതുകൊണ്ട് പേപ്പർ എടുത്തതും എടുക്കാത്തതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലോ? പറഞ്ഞു. ഇന്നോവ കാണിക്കാനുള്ളതല്ല. അപ്പോൾ എന്തായാലും ഈ ASR എന്ന് പറഞ്ഞു, ASR ഏതാ മോഡൽ? ഇത് 2011 മോഡലാണ്. 11 അല്ലേ? 11 ആണ്. അപ്പോൾ അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ട്. അടുത്ത വർഷം പേപ്പർ ഉണ്ടാവുള്ളൂ. പക്ഷേ വണ്ടി ക്വാളിറ്റി, പേപ്പർ എടുക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം. 4 ടയറും അത്യാവശ്യം ഒരു 70% നല്ല ടയറാണ്. ബോഡി വൈസ് ഒന്നും കുഴപ്പമില്ല. ഇത് VXI ആണോ? ഇത് VXI, LXI ആണ്. ഇതിന്റെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. LXI ആയതുകൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ ഒക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇതിന് ആക്സിഡന്റ് ഇല്ല, അല്ല റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. തുരുമ്പ് പ്യാച്ച് വർക്കും അങ്ങനത്തെ ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പാ? സെക്കൻഡ് അല്ല, തേർഡാണ്. വലിയ കുഴപ്പമൊന്നും, ലോണൊക്കെ കയറില്ലേ? 90 കിലോമീറ്റർ ഓടിച്ചോളൂ. 90,000 ലോൺ കയറില്ല? ഇത് ലോൺ കയറും. ലോൺ 70,000 രൂപ ലോൺ കയറും. 70 കയറും അല്ലേ? ശരി. ഇപ്പോൾ വില എത്ര? വില നമ്മൾ കൂടുതൽ 1,10,000 രൂപ ചോദിക്കും. 1,10,000 2011 വണ്ടി അല്ലേ? അത് LXI ആണ്, മോശമൊന്നുമില്ല. 90 ഓടിയിട്ടുള്ള വണ്ടി നല്ല നീറ്റാണ്. അതാണ് മെയിൻ. 70 രൂപ ലോൺ കൊടുക്കുക അല്ലേ? ലോണൊക്കെ സെറ്റ് ലോണൊക്കെ ആയിരിക്കും. സെറ്റ് ലോൺ ആയിരിക്കും. പ്രൈവറ്റ് അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ സെയിം സാധനം ഒരു നീല വണ്ടി ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? ഇത് 2011 ഇത് നല്ല നീറ്റ് അല്ലേ? നീറ്റ് വണ്ടിയാണ്. കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി. അതെ. മാത്രമല്ല ആ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം പുതിയ ടയർ, 5,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. അതെ. 5,000 കിലോമീറ്റർ ടയർ ഓടിയില്ല. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിനും റീപ്ലേസ്മെന്റ് കാര്യമില്ല, ഒന്നുമില്ല. കറക്റ്റ്. ഇത് LXI തന്നെയല്ലേ? ഇത് LXI. സീറ്റൊക്കെ കണ്ടല്ലോ ഞങ്ങള്. ഈ വണ്ടിന്റെ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. അതിനെ മാറിയിട്ടുണ്ട്. വേറൊന്നുമില്ല. AC ഒക്കെ നല്ല വർക്കാണ്. പക്ഷേ മേജർ അപ്രോണോ കാര്യങ്ങളൊന്നുമില്ല. അതുമില്ല. പിന്നെ പാച്ച് വർക്കും ഇല്ല, തുരുമ്പില്ല. ഓക്കെ. ടയറൊക്കെ നല്ല ടയർ കേട്ടോ. ടയർ പുതിയ ടയറാണ്. 4 പുതിയ ടയറാണ്. ഇതെന്താ വില നമുക്ക്? ഇതിന് നമുക്ക് 1,15 ചോദിക്കുന്നത്. അത് ചെറിയൊരു തീക്ക് പോകൊക്കെ ഉണ്ടാക്കാം. 1,10 തന്നെയാണ് പറഞ്ഞൂടെ? അല്ല, 1,10 വെച്ച് കൊടുക്കാം. 70,000 രൂപ ലോൺ ഉണ്ടാവും. അതെ. എങ്ങനെ? 70,000 രൂപ ലോണും കൊടുക്കാം. അതെന്താ ഷേട്ടു ലോൺ ആയിരിക്കും. അത് അവർക്ക് ഇവിടുന്ന് വയനാടാണ് സുഖമാണ്. ഇപ്പൊ ഷേട്ടും ഇല്ല, ഇപ്പൊ പ്രൈവറ്റ് ഫിനാൻസ് ആണ് അല്ലേ? പ്രൈവറ്റ് അല്ല, ഏകദേശം കണക്കല്ലേ? അതിൽ മോശമൊന്നുമില്ല. നിങ്ങൾ എടുത്തോളൂ, ക്വാളിറ്റി നോക്കുക. പിന്നെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പഴയ വണ്ടികളാണ്, വരെ ചെക്ക് ചെയ്യാൻ എടുത്തിട്ട് പോകുക അല്ലേ? കൊണ്ടുപോയിട്ട് പിന്നെ വർക്ക്ഷോപ്പ് ചെക്ക് ചെയ്യാം. എങ്ങനെ വേണം ചെക്ക് ചെയ്യാം. അതല്ല നമ്മളെ വണ്ടിന്റെ ക്വാളിറ്റി. കൊടുത്ത വണ്ടി ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. അതെ. നമ്മളിപ്പോ കുറെ എണ്ണം കൊടുത്തില്ല, ഒരാളും കുറ്റം പറഞ്ഞില്ല. ഒരാളും പറഞ്ഞില്ല. ഇനി അതേപോലെ തന്നെ ഒരു സിൽവർ ഉണ്ടല്ലോ, ഇത് അതേ 11 11 3 11 ഒരേ സാധനം. 4 വണ്ടി ഇത് 11. ഇതിന്റെയൊക്കെ ടയർ ഉണ്ടോ? വെറുതെ പറഞ്ഞാൽ നല്ല കട്ടയുണ്ട് കേട്ടോ.
ഇത് റീപ്ലേസ് ഉണ്ടോ? ഇത് റീപ്ലേസും ഇല്ല. ഇതിപ്പോൾ അടുത്തൊരു റിന്യൂവൽ എടുക്കുകയാണെങ്കിൽ ഒരു പണിയില്ല. ഇത് എല്ലാ ഭാഗം ഓക്കെയാണ്. കിലോമീറ്റർ എത്ര ഉണ്ടാവും? ഇത് കിലോമീറ്റർ 94. ഓണർഷിപ്പോ? ഇത് ഓണർഷിപ്പ് 3 അല്ലേ? മൂന്നാമത്തെ ഓണർ. ഓക്കെ, എന്തായാലും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ളത്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഒരു പാച്ച് വർക്ക് ഇല്ല, അതേപോലെ തന്നെ പെയിന്റ് റീപെയിന്റ് ഒന്നുമില്ല ഒന്നുമില്ല. ശരി, നമുക്ക് എന്താ വില? ഇത് നമ്മൾ ചോദിക്കുന്ന 1.15 ലാസ്റ്റ്. 1.15 അല്ലേ? ഓക്കെ, ഇതിൽ കുറേ ഉണ്ടാവില്ല. അത്രയും ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ചെറിയ വ്യത്യാസം. ഓക്കെ, അപ്പോൾ എന്തായാലും 11 മോഡൽ 3 വണ്ടിയുണ്ട്. 1.10 2 1.15 ഇനി ഒരെണ്ണം കൂടി കിടപ്പുണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 2010 മോഡൽ. 10 ആണ് അല്ലേ? 10 11 വൃത്തിയുണ്ടല്ലോ. വേറെ പേപ്പർ എടുത്തു, പുതിയ പേപ്പറാണ് എടുത്താ അല്ലേ? ന്യൂ പേപ്പറാണ്. ഇത് LX തന്നെയല്ലേ? ഇത് VXI. ഇത് LXI VXI? ഇത് LXI തന്നെ അല്ലേ? ഇത് 3 LXI ആണ്. അതെ. ഇത് റെഡ് VXI ആണ്. ഇത് റെഡ് VXI ആണ്. 10 മോഡൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് കിലോമീറ്റർ 88,000. 88. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിനാന്ന് ഞാൻ നോക്കിയിട്ടില്ല, എന്നാലും അധികം ഓടില്ല, വണ്ടി ചടച്ചിട്ടില്ല. ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല. വണ്ടി കംപ്ലൈന്റ് ഇല്ലല്ലോ? 15 കൊല്ലത്തെ പഴക്കട്ടെ, വണ്ടി കംപ്ലൈന്റ് ഇല്ല, ഉറപ്പ്. കൊല്ലത്തുനിന്ന് ഒരു ടീം വന്ന് ഈ വണ്ടി എടുത്തു കൊല്ലം വരെ ഓടിക്കോളല്ലേ? ഇപ്പൊ കഴിഞ്ഞ നിന്റെ ബ്ലോഗിൽ നമ്മൾ ഇട്ടത്ര പിന്നെ മാനാർന്ന് ഒരു പാർട്ടി വന്നിട്ടുള്ളൂ. നമ്മൾ 50 രൂപ വണ്ടി ചോദിച്ചത്രേ ഉള്ളൂ. അത്രയും ദൂരം ഓടിയാലും വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വരില്ല. അത് ഉറപ്പാണ്. ഓക്കെ, ഇത് വിലയോ? ഇത് നമ്മൾ ചോദിക്കണം 1.35. 1.35. എന്താ ഇത് റിന്യൂവൽ എല്ലാം കഴിഞ്ഞാലേ, ന്യൂ പേപ്പർ 5 വർഷത്തെ പേപ്പറാ. പിന്നെ ഇത് VXI ആണ്. റേറ്റിൽ ചെറിയ മാറ്റം വരും. 4 പവറിന്റെ വരുന്നുണ്ട്. അതെ. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? ഇനി ചെറിയ പോക്ക് ഉണ്ടാക്കാം, നമുക്ക് ചെറിയ ചെയ്ത് കൊടുക്കാം അല്ലേ? ഒരു ഫുൾ ടാങ്ക് എണ്ണയിൽ അടിച്ചു കൊടുക്കാം. ഇത് ശ്രീരാമിൽ 1 ലക്ഷം രൂപ ഫൈനാൻസ് വരും. ഒന്ന് കയറും. അടിപൊളി. അപ്പൊ എന്തായാലും 10 മോഡൽ വണ്ടി, അതും VXI ഫുൾ ഓപ്ഷൻ വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തോ, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഒരു പെട്രോൾ വേരിയന്റിൽ വില കുറഞ്ഞ ഒരു ക്വാളിറ്റി വണ്ടി, സിറ്റി അല്ലേ? ഹോണ്ട സിറ്റി വണ്ടി. ഏതാ മോഡൽ? 2006 മോഡലാണ്. 2000 ലാസ്റ്റ് വണ്ടി കേട്ടോ. കറക്റ്റ് 1 വർഷം പേപ്പർ ഉണ്ട്. ഇത് 2006 ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തി എന്ന് പറഞ്ഞത് കമ്പനി സർവീസിലെ വണ്ടിയാണ്. അതെ അല്ലേ? കമ്പനി സർവീസിലെ വണ്ടി. ഇന്ത്യയൊക്കെ കമ്പനി വന്ന സീറ്റൊക്കെ അങ്ങനെയുണ്ട്. അത് 2006 ആലോചിക്കണം. കമ്പനി വന്ന സീറ്റാണ്. ഇത് 2006 ഫുൾ ഓപ്ഷനാ? 2006 ഫുൾ ഓപ്ഷൻ ZX വണ്ടി. അതായത് ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? നല്ല നീറ്റാട്ടോ വണ്ടി. ബോഡി വൈസ് ഒരു കുഴപ്പമില്ല. ഇത് കമ്പനി വന്ന അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അന്നത്തെ അലവിലൊക്കെ ഉണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് 1 ചില്ലറ ഓടിയിട്ടുള്ളൂ, വളരെ കുറച്ച്. 1.20. ഇത് ഓണർഷിപ്പ് 2. സെക്കൻഡ് വണ്ടി ആയിട്ടുള്ളൂ. അത് ഫസ്റ്റ് ഓണർ ഓടിയാ, സെക്കൻഡ് ഇപ്പം ആയിട്ടുള്ളൂ. അതെ അല്ലേ? എന്തായാലും മോശമൊന്നുമില്ല. ഇത് മേജർ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല. കിട്ടാൻ പാടാണ്. അപ്പൊ എന്തായാലും വൃത്തിയുള്ള ഒരു വണ്ടി. ഇതിന്റെ വിലയാണ് ഞാൻ വലിയ വില ഒന്നും ചോദിക്കില്ല. 1,20,000 രൂപ ചോദിക്കും. 1.20. അതായത് ഒരു വർഷത്തെ പേപ്പറോട് കൂടി അതിൽ ചെറിയൊരു നീക്ക് പോക്കുമ്പോൾ ചെയ്ത് കൊടുക്കാം. അതെന്തായാലും ഉണ്ടല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. മാക്സിമം കുറച്ച് കൊടുത്തായി. ഓക്കെ, അപ്പൊ എന്തായാലും 1,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തെ പേപ്പർ തയ്ച്ചുകൊണ്ട് അത് കഴിഞ്ഞത് ചെറിയ പൈസ എടുക്കുകയും ചെയ്യാം അല്ലേ? എന്നാലും കോൺടാക്ട് ചെയ്താൽ അല്ലേ? ഒരു ഡീസൽ വണ്ടി വളരെ വില കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിയാ? ഇൻഡിക വിസ്റ്റ കോട്ടറ ജെറ്റ്. ഏതാ മോഡല്? 2 ഡോർ പവർ വിൻഡോ. ഇത് 2011 മോഡൽ. 11 2 ഡോർ പവർ വിൻഡോ വരുന്നത് അല്ലേ? ഓക്കെ, ഇത് ഡീസലാണ്. ഇതിന്റെ കണ്ടീഷൻ ചോദിക്കട്ടെ, എന്താ വണ്ടി എന്താ സ്ഥിതി? വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനൊക്കെ ഇഞ്ചൻ പക്കയാണ്. കോട്ടറ ജെറ്റ് അല്ലേ? അത്യാവശ്യം മൈലേജ് കിട്ടും. നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം എഞ്ചിൻ. പിന്നെ അതെ. ഇത് മോഡൽ 2011. 1 വർഷം പേപ്പർ. ഓക്കെ, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, ഇതൊരു കണ്ടീഷൻ വെച്ചിട്ട് ചോദിക്കട്ടെ, നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ഇത് ലേശം വില കുറച്ച് കൊടുക്കാം. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 75 രൂപ കൊടുക്കാം. 75,000 രൂപയ്ക്ക് 11 വണ്ടി അല്ലേ? ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപ കുറഞ്ഞത് മാർക്കറ്റുള്ള വണ്ടിയാ അല്ലേ? ടയർ കാണിച്ചു. ടയറൊക്കെ നല്ല കട്ടുണ്ടല്ലോ. പുത്തൻ ടയറാണ്. അതെ അല്ലേ? പുത്തൻ ടയറാണ്. അതെ, മോശമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. അടിപൊളി കേട്ടോ. നല്ല ഇന്ത്യയിൽ ഒന്നും മോശമൊന്നുമില്ല. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ. 2 ഡോർ അല്ലല്ലോ, 4 ഡോർ വിൻഡോ ഉണ്ടല്ലോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ ഫുൾ ഓപ്ഷനാണ്. 2 ഡോർ അല്ല, 4 ഡോർ വിൻഡോ ഉണ്ട്. അല്ല, ഞാൻ ഇതിന്റെ ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു മങ്ങലും ഇളക്കമൊക്കെ കണ്ടു. ടയർ ഗ്ലാസ് ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രമല്ല ബമ്പർ ഒന്ന് കയറ്റി ഇടാനേ ഉള്ളൂ. ഈ വണ്ടി നമ്മൾ പോളിഷ് പോലും ചെയ്തിട്ടില്ല. അതാണ്. അപ്പോൾ കണ്ട പോലെ അല്ല, വണ്ടി മുമ്പ് കാണുന്ന പോലെ അല്ല, ഉള്ളു നല്ല വൃത്തിയല്ലേ? കിലോമീറ്റർ എത്ര അറിയോ? കിലോമീറ്റർ 1.5 കോടി. കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട്. 1.5 അടുത്ത് ഓടിയിട്ടുണ്ടാവും. പക്ഷെ വണ്ടിന്റെ കണ്ടീഷൻ പക്കയാണ്. വണ്ടി പിന്നെ അതേപോലെ ടൈമിംഗ് ചെയിൻ മാറിയതാ. മേജർ ഒക്കെ ചെയ്താ. ഓക്കെ, അപ്പൊ എന്നാലും 1 ലക്ഷം അല്ല 75,000 രൂപ. 75,000 രൂപ. വെറും 75,000 രൂപയ്ക്ക്. വെറും 75,000. അതാണ് 11 വണ്ടി അല്ലേ? ഓക്കെ, പിന്നെ വേറെ കേസ് ഉണ്ടോ? ലോൺ കിട്ടൂല? ഇതിന് ലോണൊന്നും കിട്ടൂല. അതാണ് ഇന്ത്യക്ക് ആയതുകൊണ്ടാണ് കിട്ടാത്തത്. ഇന്ത്യക്ക് വിസക്ക് ലോൺ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഗണർ ഉണ്ടല്ലോ, പഴയ ഷേപ്പ്. ഇതേതാ മോഡൽ? ഇത് 2014-15 റേസിലാണ്. അതല്ല, ഇത് സിൽവർ. ഇത് 2007 മോഡലാ? 2 വർഷം പേപ്പർ. 2 വർഷം ഇനി പേപ്പർ. 2 വർഷം പേപ്പർ. ഓക്കെ, ഇത് കിലോമീറ്റർ അറിയോ? ഇത് കിലോമീറ്റർ തന്നെ 1.5 താഴെ ഓടിയിട്ടുള്ളത്.
അല്ലല്ല ഇതൊന്നിന്റെ മേലെ ഓടിക്കും 1.20 ഓടിക്കും. ഇത് ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഒക്കെ ആയിരിക്കും അല്ലേ? ഇത് തേർഡ്. പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ലേ വണ്ടിക്ക്. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 75. അതായത് 2007 വണ്ടി അല്ലേ? 2007 വണ്ടി. 2 വർഷം പേപ്പറിൽ വണ്ടി 75,000. ഓക്കെ, നല്ല വൃത്തിയുണ്ട് വണ്ടി, മോശമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2014-15 ആണ്. 14-15 റൈസറിലെ വണ്ടി. മൂന്നാമത്തെ ഓണർ. ഇത് VXI ആ? അത് VXI ആണ്. VXI ഫുൾ ഓപ്ഷൻ അല്ലേ? എല്ലാ ഫീച്ചേഴ്സും വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ അതെ, 4 പവറുണ്ട്. 14-5. ഓക്കെ, ഒന്നിനുള്ളിൽ ഓടിയിട്ടുണ്ടാവും അല്ലേ? 1.20 കമ്പനി സർവീസാ. കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ് ഇല്ല? ഇല്ല, റീപ്ലേസ് ഇല്ല. വിലയോ? വില നമുക്ക് 3 ലക്ഷം ചോദ്യം, 2.95 കൊടുക്കാം. 15 വണ്ടി അല്ലേ? 5 വണ്ടി 2.95 കൊടുക്കാൻ. പിന്നെ ഒരു പ്ലസ് എന്താ വെച്ചാൽ 2 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. അതാണ് ഗുണം അല്ലേ? അതാണ് മോഡൽ ഉള്ളതുകൊണ്ട് ലോൺ കിട്ടും. ഓക്കെ, 2,90,000 രൂപ നെഗോഷ്യബിൾ. എന്തെങ്കിലും കുറയോ? അതിന് വലിയ കുറവെന്ന് ഞാൻ ചെറുതൊക്കെ ചെയ്യാൻ പോകുന്ന ഒരാൾ വരുമ്പോൾ എന്തെങ്കിലും പേര് കുറച്ച് അടിപൊളി. അപ്പം എന്തായാലും ഇത് നോക്കിയോ, നിങ്ങൾ 2.95 എടുക്കാം. അതുപോലെ തന്നെ റിച്ച് ഡീസൽ ആണല്ലോ? ഇത് ഡീസലാണ്. മോഡൽ ഏതാ? ഇത് 2011 അത് പേപ്പർ ആയി തുടങ്ങി. ഇത് ഇനി ഒരു 6 മാസം പേപ്പറേ ഉള്ളൂ. അല്ല, അപ്പൊ നിങ്ങൾ പേപ്പർ എടുത്താണോ കൊടുക്കുക? പേപ്പർ നമ്മൾ എടുത്താൽ 6 മാസം ഉണ്ട്. അപ്പൊ ഇപ്പൊ എടുക്കാൻ പറ്റില്ല. 6 മാസം എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ അവർക്ക് എടുക്കാം. അതിനുള്ള വില വീഡിയോ അല്ല, വീഡിയോ LD ആക്കിയതാ. വീഡിയോ ആക്കിയതല്ല. അപ്പോൾ കൂടുതൽ പവറിന്റെ ഉണ്ട്. വണ്ടി മോശമൊന്നുമില്ല. ഇല്ല, മോശമില്ല. അതിന്റെ ഫുൾ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണേ. ഫ്രണ്ട് ഇതിൽ അധികം കണ്ടമാനം ഓഡിയോ ഒന്നും കാണുന്നില്ല മീറ്ററിൽ. ഒറിജിനൽ നമുക്ക് പറയാൻ പറ്റില്ല. 1.20 ഓട്ടം. ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ട്. ചെക്ക് ചെയ്താണ്. ഇത് റീപ്ലേസ് ഉണ്ടോ? ഇത് മെയിൻ ക്ലാസ് റീപ്ലേസ്. അതെ, വേറൊന്നുമില്ല. മെയിൻ ക്ലാസ് അടുത്ത് റീപ്ലേസ് ഉണ്ടായതാണ്. മാറിയിട്ടുള്ളൂ. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? എന്താ ഇത് നമുക്ക് വളരെ വില കുറച്ച് കൊടുക്കാം. 1,55,000 രൂപ കൊടുക്കാം. 1.55 അല്ലേ? 1.50 കൊടുക്കാം. ഓക്കെ, അതും 2011 വണ്ടി. 2011 അത് ഒരു 6 മാസം കഴിയുമ്പോൾ പേപ്പർ എടുക്കണം. പേപ്പർ എടുക്കാം. പേപ്പർ എടുക്കാൻ 15,000 രൂപ 16 രൂപ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് കോൺടാക്ട് 20 വർഷം കഴിഞ്ഞ വണ്ടിക്ക് കൂടുതൽ കൊടുക്കുന്നതിന് വേറെ അപാകതയൊന്നുമില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഡീസൽ വണ്ടി വേണേൽ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 2013 മോഡൽ ആൾട്ടോ 800. 13,800 അല്ലേ? LXയോ VXയോ? ഇത് LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ, എല്ലാ സാധനം വരും. കിലോമീറ്റർ എത്രയ്ക്കാ? ഇത് കിലോമീറ്റർ 82,000 ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 82 അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വൃത്തിയുള്ള വണ്ടി അല്ലേ? വൃത്തിയുള്ള വണ്ടി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് വില കുറവുണ്ട്. 1,70,000 രൂപ കൊടുക്കാം. 13 വണ്ടി അല്ലേ? 13 വണ്ടി. 1.75 പറയുമ്പോൾ ഏകദേശം 1.5 ലോണും കയറില്ലേ? 1.75 ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. അടിപൊളി പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. മോശമില്ലാത്ത പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്. പക്ഷേ ഇതിനകത്ത് ചോളമണ്ഡല കൊടുക്കുക ഫുൾ ലോൺ. ഒരു എനിക്ക് തോന്നുന്നൊരു 22 വർഷമൊക്കെ അല്ലേ കിട്ടുള്ളൂ? 2 വർഷം കിട്ടുള്ളൂ അല്ലേ? ഇത് അല്ല, ഇത് 36 മാസം കിട്ടും. 36 മാസം കിട്ടും. 13 ആയതുകൊണ്ട് അല്ലേ? ഓക്കെ, എന്നാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. 1,70,75,000 രൂപയ്ക്ക് അല്ലേ? വണ്ടി പക്കല്ലേ? വണ്ടി പക്ക വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാ. ശരി, ഈ സാൻഡ്രോ ആണെങ്കിലോ? ഇത് സാൻഡ്രോ 2009-10 റേസർ ഉണ്ട്. 5 മാസം റേസറിലെ വണ്ടിയാണ്. 10 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 9 വണ്ടിയാണ്. 5 മാസം റേസർ ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ പേപ്പർ ആയിട്ടുണ്ടാവുമല്ലോ. പേപ്പർ എടുത്തു. പുതിയ 5 വർഷത്തെ പേപ്പർ. പുതിയ പേപ്പറും ഉണ്ട്. പുതിയ പേപ്പർ. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, മേജർ ഒന്നുമില്ല. ഒന്നടുപ്പിച്ച് ഓടിയിട്ടുണ്ടാവും. ഇത് ഓട്ടോ അധികം ഓടിയിട്ടില്ല. ഒരു 1.10 ഓടിയിട്ടുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെയും വരും കേട്ടോ. മോശമില്ലാത്ത വൃത്തിയുണ്ട് വണ്ടി. എന്താ വില? ഇത് പവറിന്റെ വരാത്താണ്. വരില്ല അല്ലേ? GL ആണ്. ഓക്കെ, എന്താ വില? GL ഓപ്ഷനാണ് വരുന്നത്. ഇത് വെറും 80,000 രൂപ ഉള്ളൂ. 80,000 രൂപയ്ക്ക് 5 വർഷത്തെ പുത്തൻ പേപ്പർ കൊടുക്കും. വണ്ടിക്ക് തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അടിപൊളി. വെറും 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ നീല കളർ അൾട്ടോ ഉണ്ടല്ലോ. ഇത് 2014 ലാസ്റ്റ് വണ്ടിയാണ്. 14 ലാസ്റ്റ് വണ്ടി. മോശമൊന്നുമില്ല, വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയേണ്ട കേസ് പറഞ്ഞാൽ ഈ കളർ വണ്ടി ആയതുകൊണ്ട് ഇത് പോറലൊക്കെ ഉണ്ട്, പെട്ടെന്ന് അറിയാലേ. ഒരു പോറലും ഇല്ലാത്ത വണ്ടിയാണ്. ഒരു നെയ്സ് പോലെ ഒരു വരല്ല. കിലോമീറ്റർ ഒക്കെ അറിയോ? ഇത് ജനുവൻ കിലോമീറ്റർ 92,000. ജനുവിനാണ്. 2 ഓണർ. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഇല്ല. ഓക്കെ, എന്താ വില? ഇത് നമ്മൾ 2 ലക്ഷമാണ് ചോദിക്കണേ. ഒരു 1.95 കൊടുക്കാം. 1.95. എന്തെങ്കിലും കുറയോ? ഇതിൽ 95 കുറയില്ല. 2 ലക്ഷം ലോണനെ കിട്ടും. അതെ അല്ലേ? ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഒരു പോലും വേണ്ട. അടിപൊളി. ചെലവിന്റെ പൈസയും നമ്മൾ ഇവിടെ കൊടുക്കും. അതാണ്. ഒരു രൂപ മുടക്കാണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയിക്കോ. അൾട്ടോ 2014 5,000 അങ്ങോട്ട് കൊടുക്കാം. അതെ. അതുപോലെ തന്നെ ഈ 800 ആണെങ്കിലോ? 800 2010 5 കൊല്ലം പേപ്പർ. 10 5 കൊല്ലം പുതിയ പേപ്പർ എടുത്ത്. പുതിയതല്ല, അപ്പോൾ 4 കൊല്ലം ഇനി പേപ്പർ ഉണ്ടാവും. അല്ല, 2010 അല്ലേ? 10 ആകുമ്പോൾ നമ്മൾ പേപ്പർ എടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. ശരി, ഇത് AC വണ്ടിയാണ്. AC ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം മോശമില്ലാത്ത ടയറുണ്ട്. ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും കുഴപ്പമില്ല. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മാത്രം. അതൊക്കെ എന്ത് നോക്കാം, ചെറിയ വണ്ടിയല്ലേ? അതെ, ചെറിയ കാശിന്റെ വണ്ടി. മെയിൻ ക്ലാസ് അല്ലേ മാറിയുള്ളൂ എന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷെ വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. മേജറായിട്ട് ഇടിച്ചിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും 10 മോഡല് പുതിയ പേപ്പറോട് കൂടിയിട്ട് വിലയോ? 85,000 രൂപ കൊടുക്കും. വെറും 85,000. AC വണ്ടിയാണ്. 85.
ഇത് പിന്നെ GST കുറച്ചില്ലാന്നും പറഞ്ഞ ആരും വരരുത്. എങ്ങനെ ഒരു വണ്ടി കൊടുക്കുക അല്ലേ? ആ GST പറഞ്ഞാൽ നമ്മളും കുറച്ച് വണ്ടി അതാണ് നമ്മൾ ശരി, എന്തായാലും മോശമൊന്നുമില്ല. അപ്പൊ കമ്പനിക്കാർ പറഞ്ഞാൽ നമ്മൾ കുറക്കണല്ലോ. അല്ല, വേറൊരു കേസ് ഉണ്ട്. പലരും പറയും GST ഒക്കെ കുറഞ്ഞില്ല, ഇതിനൊക്കെ ഈ വില ഉണ്ടോന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളും കുറക്കണം. ഇത് കയ്യിലുള്ളവൻ തരണ്ടല്ലേ നമുക്ക് വിൽക്കാൻ, അതല്ല മെയിൻ. അതെ അതെ. ഇനി ഇതാണെങ്കിലോ, ഇത് 2010 മോഡൽ പുതിയ പേപ്പർ. 10 മോഡൽ പുതിയ പേപ്പർ എടുത്ത് കേട്ടൻ. പുതിയ പേപ്പർ പക്കാ പുത്തൻ പേപ്പർ. അതെ, കേട്ടനാണ്. കേട്ടനാ. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ 1000 cc വരും, VXI വരും, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ വരും അല്ലേ? വരും. ഉള്ളൊക്കെ ഇന്റീരിയർ കാണിച്ചത് നല്ല നീറ്റാട്ടോ. നല്ല വൃത്തിയുണ്ട് അല്ലേ? കൊള്ളാം. റീപ്ലേസോ? ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ല. ഇപ്പൊ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതൊന്നും നമുക്ക് വില എത്ര വരിക? ഇതിന് നമുക്ക് വില ചോദിക്കുന്നത് 1,35,000. 1,35,000. ഇത് VXI വണ്ടിയാണ്, പുതിയ പേപ്പറാണ്. അതെ, അത് കുറയൂല എന്തായാലും. ഇതിൽ വലിയൊരു കുറച്ചിൽ കുറയില്ല, എന്നാലും നമുക്ക് 1-2 രൂപ കുറക്കാം. പക്ഷെ വേറെ 1 ലക്ഷം രൂപ ലോണും അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം. 10 മോഡൽ അല്ലേ? 10 മോഡൽ. ഓക്കെ, 1,35 ചോദ്യമാണ്. ഇത് ആൾട്ടോ കേട്ടനാണ്. അതെ, 1000 cc ആണ്. 1000 cc. ഓക്കെ, നിങ്ങൾ വിളിച്ചോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ. പിന്നെ ഞാൻ കാണിച്ചത് കൂടുതൽ എന്ത് ഫോട്ടോസോ ഡീറ്റെയിൽസും വേണമെങ്കിൽ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഒരു സാധാ ഇനിയിപ്പോൾ 3 കിടപ്പുണ്ട്. 3 ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് മോഡൽ. ഇത് 2011 മോഡൽ ആൾട്ടോ. 11 അല്ലേ? ആൾട്ടോ LXI. മോശമൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ സീറ്റുകളും കാര്യങ്ങളൊക്കെ ബോഡി വൈസും വലിയ കുഴപ്പമൊന്നുമില്ല. 11 മോഡൽ അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ നോക്കിയാ പുത്തൻ ടയർ കേട്ടോ. വിലയോ? ഇതിന് വില 1.15. 1.15 2011 വണ്ടി. വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2011 വണ്ടി. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ചാൽ പിന്നെ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഇത് പെയിന്റ് കുറച്ച് ഒരു ഫെയ്ഡ് ആയിട്ടുണ്ട്. അതായത് ഒരു പിന്നെ കറക്റ്റ് പെയിന്റ് അല്ല. മിൽക്കി വൈറ്റ് ആണ്. ടച്ച് ചെയ്തപ്പോൾ മാറിയതാ. അത്ര വേറെ കുഴപ്പമൊന്നുമില്ല. പേപ്പർ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊന്ന് പോളിഷ് ചെയ്താൽ വൃത്തിയാവൂലേ? വൃത്തിയാവും. പോളിഷ് ചെയ്ത് അവർ എടുക്കുക. നമ്മൾ ഇനി നിങ്ങളോട് കൊടുക്കാച്ചിട്ടാണ്. ശരി. അപ്പൊ ഇത് 2011 മോഡല്, 1 വർഷം പേപ്പർ. എത്ര കൊടുക്കും? ഇത് നമുക്ക് 84,000 രൂപ കൊടുക്കാം. 84,000 രൂപയ്ക്ക് 1 വർഷം പേപ്പർ പ്ലസ് ഒരു 4,000 രൂപ ഉള്ളൂ പേപ്പർ എടുക്കാൻ. അല്ല, അങ്ങനല്ല, നമ്മളൊരു 4 രൂപ ജാസ്തി ചോദിക്കുന്നുള്ളൂ. 80 രൂപയ്ക്ക് മേടിച്ച വണ്ടിയാണ്. അങ്ങനെയല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് വരുന്നതാണ്. ഇതിപ്പോ പേപ്പർ എടുക്കാൻ എത്ര രൂപ വരും? ഇത് പേപ്പർ എടുക്കുകയാണെങ്കിൽ 15,000 രൂപ വരും. 15 രൂപ അല്ലേ? ഇത് വേണമെങ്കിൽ ആ പേപ്പറും കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അതായത് പേപ്പർ എടുക്കാൻ ആയിട്ടില്ല, ഇനി 6 മാസം ഉണ്ട്. 6 മാസം ഉണ്ട് അല്ലേ? അതല്ല വല്ല കുഴപ്പം. അതിന്റെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 15,000-16,000 രൂപ വരുള്ളൂ. അതായത് ഇൻഷൂർ വേണ്ട, ഇൻഷൂർ ഉണ്ട്. ശരി. വേറെ കാര്യം ഇവിടെ, ഇതിപ്പോ നിങ്ങൾ എടുത്തു, ഇപ്പൊ പേപ്പർ എടുക്കാൻ ഒരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കൂലേ? എല്ലാ സൗകര്യം നമ്മൾ അതിന്റെ OTP കാര്യമൊക്കെ നമ്മൾ ശരിയായി കൊടുക്കും. അതിനൊന്നും പ്രശ്നമില്ല. അടിപൊളി. പിന്നെ വേറെ വയനാട് നമ്മൾ കൽപ്പറ്റയിലെ ആൾക്കാരാണ്, ഞാൻ കൽപ്പറ്റ നമ്മൾ എടുത്തു കൊടുക്കാം. അതാണ്. ഇപ്പോൾ ചില മലപ്പുറം അങ്ങോട്ടൊക്കെ പോകുന്നല്ലേ. വേറെ കാര്യം ഇവിടെ, നിങ്ങൾ എന്തോ സ്പെയറിന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ സംഭവം? അത് എനിക്ക് ഒരു ചെറിയ ഗുജറി ഉണ്ട്. ചെറിയ പിന്നെ ഈ പൊളിക്കാരായ വണ്ടിയൊക്കെ പൊളിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഏതെങ്കിലും വണ്ടിന്റെ സ്പെയർ വേണമെങ്കിൽ ഒരുവിധം എല്ലാ വണ്ടിയും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ കാണിച്ച ചെറുവണ്ടികൾ അല്ലാണ്ട് വലിയ വണ്ടിയുണ്ടോ? വലിയ വണ്ടിന്റെ ചില വണ്ടിന്റെ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്പർ വെച്ച നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ വേണമെങ്കിൽ ചെറിയ പൈസക്ക് സാധനം കൊടുക്കും. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുമാതിരി ആക്ച്വലി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഉണ്ടല്ലേ? നല്ലതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ എന്തായാലും ഒരു നല്ലൊരു അൾട്ടോയും കൂടി കാണിച്ചാൽ. ഇതേതാ മോഡല്? ഇത് 2008 മോഡൽ സ്റ്റാൻഡേർഡാ. 8 സ്റ്റാൻഡേർഡ്. അതായത് നമ്മൾ പൊട്ടെന്നൊക്കെ പറയുക സാധനം. AC-യിലെ പവർ സ്റ്റിയറിംഗ് ഇല്ല. AC-യിലെ പവർ സ്റ്റിയറിംഗ്. വണ്ടി ഉണ്ടല്ലോ ഒരു 22 ദിവസം മൈലേജ് കിട്ടും. വേറെ കേസ് പറഞ്ഞുതരാം, വയനാട്ടിലോട്ട് ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ല. ഇതാ വേണ്ടത്. രാത്രിയൊക്കെ തണുത്തിലൂടെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത് അധികം വയനാട്ടിൽ എടുക്കുക. അതെ. ഇവിടെ തണുപ്പ് ഏരിയല്ലേ. താഴേക്ക് പോകുമ്പോൾ കുറച്ച് പാടായിരിക്കും. AC ഇല്ലാത്തതുകൊണ്ട് പവർ സ്റ്റിയറിംഗും ഇല്ല. ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അതൊന്നുമില്ല. വണ്ടി എന്താ കണ്ടീഷൻ? വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. ഒരു കുഴപ്പമില്ല. 3 വർഷം പേപ്പർ. അത്യാവശ്യം വൃത്തിയുണ്ട്. 3 വർഷം പേപ്പർ ഉണ്ട്. അത്യാവശ്യം വൃത്തിയുണ്ട്. 3 വർഷത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ ഇത് 2008 റീപ്ലേസ് മേജർ ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. മേജർ ആക്സിഡന്റും ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, തുരുമ്പില്ല, പാച്ച് വർക്കും ഇല്ല. അടിപൊളി. എന്താ വില? ഇത് നമുക്ക് 75,000 രൂപ, ഒരു 72,000 രൂപ നമുക്ക് കൊടുക്കാം. റൗണ്ടൊക്കെ 70 ആക്കി കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ പറ്റി. പൈസ കുറവില്ല ആൾക്കാർക്ക് 50 രൂപ നമുക്ക് ഇവിടുന്ന് ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 50,000 രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 22,000 രൂപ വരെ. അതാണ് ചോദിച്ചത്. 50 രൂപ ഫൈനാൻസ് കൊടുക്കാം. ഓ, അതെന്തായാലും മോശമൊന്നുമില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് എടുത്തുകൊണ്ട് പോകാം. അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും കച്ചവട പരിപാടി ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ സമയം കൊണ്ട് ഇത്രയും വണ്ടികൾ കാണിച്ചു തന്നു. നല്ലൊരു വാഗണർ അല്ലേ? ഇത് ഏതൊക്കെ മോഡൽ? വാഗണർ 1.5 വാഗണർ കേട്ടോ. 1.5 1.5 അതായത് 2007 മോഡലാണ്. വണ്ടിക്ക് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബോഡി വൈസ് ഒക്കെ നല്ല ക്ലീൻ ആട്ടോ. നല്ല ക്ലീൻ. ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു തരാം. കമ്പനി സീറ്റാ. കമ്പനി വന്ന അതേ സീറ്റ്. അന്നത്തെ LXI അല്ലേ? LXI മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി നല്ല വൃത്തിയുണ്ട്, കുറ്റം പറയാനില്ല. ബോഡി വൈസ് ഞാൻ പറഞ്ഞല്ലോ. ടയർ കാണിച്ചു കൊടുക്കും. ടയർ കാണിക്കാം. നല്ല ബോഡിയാണ്, കാര്യമായ തട്ടുമുട്ടൊന്നും കാണുന്നില്ല. ടയർ കൊണ്ടുപോയാൽ ഒരു 10,000 കിലോമീറ്റർ ഓടിക്കാം. പെട്ടെന്ന് മാറണ്ട അല്ലേ? പെട്ടെന്ന് മാറണ്ട. ബാക്ക് ടയർ നല്ലോണ്ട്, ഫ്രണ്ട് കുറച്ച് കുറവുള്ളൂ. ഇത് പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മോഡൽ ഏഴല്ലോ പറഞ്ഞത്? 2007 മോഡൽ. പേപ്പർ 2007 8 റേസർ ഉണ്ടോ സംശയമുണ്ട്. ലാസ്റ്റ് വണ്ടിയാ. 2 വർഷം പേപ്പർ ഉണ്ട്. 3 വർഷം 2 വർഷം 2 വർഷം 2 വർഷത്തെ പേപ്പർ ഉണ്ട് കേട്ടോ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ശരി, എന്താ വില?
ഇത് വില 1 ലക്ഷം 95,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 95 രൂപ അല്ലേ? ഇത് അത്രയും ക്വാളിറ്റിന്റെ വണ്ടി. അതെ, ഇത് നമ്മൾ വില കൊടുത്ത് വാങ്ങിയാണ്. വേറെ ഈ സേവ് ലോൺ ഒക്കെ എടുക്കാതിരിക്കാം. മാക്സിമം ഒരു പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇപ്പം ഈ സാധനം എടുത്തോണ്ട് പോകാം അല്ലേ? 1 പവൻ സ്വർണ്ണം വേണ്ട. ഇപ്പൊ 1 പവൻ സ്വർണ്ണം വേണം. അപ്പോൾ എടുത്തോണ്ട് പോവാം. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഈ കാണിച്ച വണ്ടികളിൽ ഭൂരിഭാഗം വണ്ടികളും നിങ്ങളുടെ കയ്യിൽ 1 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളാണ്. ആ ഒരു വിലയുള്ള വണ്ടികളല്ല അല്ലേ? ഓക്കെ, എന്നാലും നിങ്ങൾ മാക്സിമം നല്ല വണ്ടി ക്വാളിറ്റി അതേ കൊടുക്കാവുള്ളൂ. ഒരാളും കുറ്റം പറയരുത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്, പഴയ മോഡലാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. കാരണം എന്താ അറിയോ, എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾ നമ്മളെ കുറ്റം പറയരുത്, പ്രാകരുത്. അതാണ് മെയിൻ സംഭവം അല്ലേ? അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ വന്നിട്ട് വണ്ടിന്റെ ക്വാളിറ്റി എങ്ങനെ വേണേൽ ചെക്ക് ചെയ്യാം. എങ്ങനെ ആയിക്കോട്ടെ. അതെ, ഇവിടെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് കൊണ്ടുണ്ടാവും, സൗകര്യമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇനി വർക്ക്ഷോപ്പ് നാളെ കൊണ്ട് അങ്ങനെ ഇപ്പൊ ദൂരത്തുനിന്നൊക്കെ വരുന്നത് അവിടുന്ന് വർക്ക്ഷോപ്പ് നാളെ കൊണ്ട് അവര് എന്നിട്ട് നോക്കിയിട്ട് അവർ എടുത്തു പോകും. അതെ, പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയ പൈസേന്റെ വണ്ടികളാണ്, ചെറിയ തട്ടുമുട്ട് പണിയൊക്കെ എടുത്ത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ ഒറ്റ കാര്യം നേരത്തെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു വെക്കുന്നതാണ്, അതായത് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഉണ്ടാവില്ല. നല്ലോണം ചെക്ക് ചെയ്ത് എടുത്തോളൂ. നിലവിലൂടെ കിടക്കുന്ന അനീഷനിൽ എല്ലാം നല്ല വൃത്തി. പുതിയ ഒരു വാഹനം നമ്മൾക്ക് ആകെ 1 കൊല്ലത്തെ വാറണ്ടി അല്ലേ, ഗ്യാരണ്ടി അല്ലേ? പതിനെന്താ കൊടുക്കുക? അല്ല, ഇതിപ്പോ അത്രയും പഴയതായതുകൊണ്ടാണ്. പിന്നെ ഒരു വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടാവില്ല, ഇതിൽ ആക്സിഡന്റ് മാറ്റിയിട്ട് ഞാൻ വെക്കുള്ളൂ. കംപ്ലൈന്റ് ഉണ്ടാവില്ല. എത്ര ദൂരത്ത് നിങ്ങൾ വന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് ഓടിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് മൂപ്പര. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.